ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നോമ്പ് തുറക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പത്തൽ ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. റവയിലൂടെ ഇതൊരു കപ്പ് കൂടി ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഒട്ടും തന്നെ ബലം ഉണ്ടാവില്ല, നമുക്ക് എണ്ണ കുടിക്കില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാൻ റവയാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 3 കപ്പ് റവയിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത പൊടിയൊന്നല്ല, ഇനി വറുത്ത പൊടിയാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സാധാ പച്ചരിയുടെ പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ പൊടി. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കപ്പ് റവക്കാണ് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കണം. നമ്മൾ 4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കാൻ പോണത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗളിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ 4 കപ്പ് റവ, 3 കപ്പും 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അരിപ്പൊടി കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ റവ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതേപോലെ ചിക്കൻ കറി ഏത് കറിയുടെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിറച്ചെടുത്തിട്ടുണ്ട്. നെയ്പ്പത്തൽ എന്നല്ലേ പറയാം. അപ്പോൾ നമ്മൾ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി, റവി ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുക, നല്ലോണം തിളച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവണം, എവിടെയും വെള്ളം നനയാണ്ടിരിക്കരുത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നിങ്ങൾക്ക് ചൂടാറിയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും അതുവരെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഏറിയ ഒരു 15 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നല്ലോണം എല്ലാ ഭാഗത്തും വെള്ളം മിക്സ് ആകണം. കറക്റ്റ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അരിപ്പൊടിക്കും റവക്കും അനുസരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ടില്ലെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി. ഇനി ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, അതും ചേർത്ത് കൊടുത്തിട്ട് ഇത് വെള്ളം ഇല്ലാണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടുള്ളത് കറക്റ്റാണ്. ഇനി നമ്മൾ തേങ്ങയിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാ ഭാഗത്തും ഈ തേങ്ങയും ഉള്ളിയും ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ആയി കിട്ടിയാൽ മതി, കുഴച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ചെറിയൊരു ചൂടുണ്ട്. 15 മിനിറ്റ് ആയിട്ട് ഇതിൻ്റെ ചൂടൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഉരുളാക്കി എടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ ഓരോ ഉരുളാക്കി എടുക്കുക. കൈ വെച്ച് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയൊക്കെ വാങ്ങിയില്ലേ, ആ കവർ എടുക്കുക. ഈ കവറിൻ്റെ 4 സൈഡും ഒന്ന് കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉരുട്ടിയെടുത്ത ഇതുണ്ടല്ലോ, അത് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ വെച്ചുകൊടുക്കുക. നമുക്ക് കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ ഇത് പരന്ന് കിട്ടും. നല്ലോണം പ്രസ്സാക്കി കൊടുക്കണ്ട, നല്ല കനം കുറച്ച് വേണ്ട. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി എടുത്തിട്ട് ഇതിൻ്റെ ലെവലിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ തിന്നൊക്കെ ഇത്രയാണ് കേട്ടോ ഉള്ളത്. അധികം തിന്നും വേണ്ട, എന്നാൽ നല്ല കനം കുറച്ചും വേണ്ട കേട്ടോ. ഇതുപോലെ ഇത്രയും മതിയാകും. ഇങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം, എളുപ്പമാണ്. നമുക്കിത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ എണ്ണ കവറോ സാധാ കവറാണെച്ചാലും കുഴപ്പമില്ല, അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. എണ്ണ കവറാകുമ്പോൾ നമുക്ക് എണ്ണ തടവേ വേണ്ട, അവസാനം വരെ ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം.
പിന്നെ ഇതിൽ നമ്മൾ കറക്റ്റ് വെള്ളം ഒക്കെ ചേർത്തെടുത്തോണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമുക്കിനി എന്താണ് റമളാനായതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഒരു മടുപ്പോ അല്ലാണ്ട് എണ്ണമെഴുക്കൊണ്ടുള്ള പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്കണതിൻ്റെ ഒപ്പം തന്നെ ചുട്ടെടുക്കും ചെയ്യാം. ഞാൻ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പം എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളി ഇട്ട് കൊടുത്തപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ലോണം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് അടിയിൽ നിന്ന് പൊന്തി നല്ല കുമിളായിട്ട് വരും. ഒരു മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. നമ്മൾ തവിയൊന്നും ആദ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, തന്നെ ഇത് പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം നമുക്കിത് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്കിത് വെറുതെ കഴിക്കാനാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് മുരിപ്പിച്ചെടുത്താൽ മതി. ഞാനിത് കറിക്കൊപ്പം കഴിക്കാനാണ്, ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽക്കൊപ്പമാണ്. അതുകൊണ്ട് ഞാനിത് നല്ലോണം മുരിപ്പിച്ചെടുക്കണില്ല. എങ്കിലും നമുക്കിത് വേവിച്ചെടുക്കണം, ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം. നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. ഈ എണ്ണ മതി നമുക്കിത് ഫുള്ള് വറുത്തെടുക്കാൻ. കണ്ടല്ലോ, നല്ല ബബിൾസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടാമത്തതും അതുപോലെ തന്നെ കുമിളായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ രണ്ടാമത്തത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നോമ്പ് തുറക്ക് പത്തിരിയും പത്തലും ഒക്കെ ഉണ്ടാക്കുമല്ലോ. ഇതുപോലെ പത്തലുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ അരിപ്പൊടി മാത്രം വെച്ചിട്ട് പത്തലുണ്ടാക്കുന്നതിനെക്കാട്ടിലും അതേപോലെ പച്ചരി വെച്ചിട്ട് പത്തലിടുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ. നല്ല സോഫ്റ്റുമാണ്. എത്ര നേരം വെച്ചാലും ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല വീർത്തും വരും. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. നമ്മൾ റവ ആയതുകൊണ്ട് ഒരു ബലം ഒന്നും ഉണ്ടാക്കില്ല, ആർക്കും കഴിക്കാൻ പറ്റും. അതേപോലെ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.